ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരു ടൈംലെസ് റീഡിംഗ് ആണ്, ഒരു ജനറൽലെസ് റീഡിങ്ങുമാണ്. ഇത് ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അപ്പോഴാണ് ഇത് വാലിഡ് ആവുക. ഇത് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്താൽ മാത്രം നിങ്ങളിത് സ്വീകരിക്കുക, അതല്ല എങ്കിൽ നിങ്ങളിതിന് റിലീസ് ചെയ്യുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൻ്റെ എനർജി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഇഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതെ, അതല്ലെങ്കിൽ ചിലപ്പോൾ തുറന്നു പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ പറഞ്ഞാൽ തന്നെയും അത് ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേർക്കും, പക്ഷേ നിങ്ങൾ അത് എന്താ പറയുക, കുറച്ച് ഡിസ്റ്റൻസിലാണ്. അതായത് വഴക്കിട്ടിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ റീസൺ, അതായത് അയാളുടേതായിട്ടുള്ള പേഴ്സണൽ റീസൺസൊക്കെ വെച്ചിട്ട് ജെന്യുവനായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അയാളുടെ മനസ്സിൽ വഴക്ക് പറയാനോ ചീത്ത പറയാനോ ഒന്നും തോന്നത്തില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. ബിക്കോസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നിങ്ങൾക്ക് വളരെ ഡെപ്തിൽ ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു സെപ്പറേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം. പക്ഷേ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം എന്താ പറയുക, ഭയങ്കരമായിട്ട് നല്ലൊരു രീതിയിലൊരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴത്തന്നെയും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മദർലി നേച്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എല്ലാ കാര്യത്തിനും നിങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ആൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ആരാധന എന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടും കേൾക്കാറുണ്ട്. അതേപോലത്തെ ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ആ ഒരു പേഴ്സണ് വളരെയധികം ഇഷ്ടമുണ്ട്, നിങ്ങളെ റെസ്പെക്റ്റ് തരുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട്, അതായത് അയാളുടേതായിട്ടുള്ള ചിലപ്പോൾ വീട്ടിൽ സമ്മതിക്കേണ്ടാവില്ലായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻസ് പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ള കാര്യത്തിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനത്തേക്ക് ഇതൊക്കെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഏജ് വൈസ് നല്ല ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അതൊക്കെ കൊണ്ട് തന്നെ കുറച്ചൊക്കെ മാറി നിൽക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്. പക്ഷേ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെയധികം സ്നേഹം ഉണ്ട്, തന്നെ നിങ്ങളോട് ഭയങ്കര ആരാധനയുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും നിങ്ങളെ കണ്ട് ഇൻസ്പയർ ആകും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയൊക്കെയാണ് ആ ഒരു പേഴ്സണ് നിങ്ങളോടുള്ളത്. അപ്പോൾ നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു വാല്യൂ തരുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു വ്യക്തി. നിങ്ങൾക്കും അതുപോലെയൊക്കെ തന്നെ അറിയാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അയാളുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ഒരു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രോങ് ആണ്. പക്ഷേ ഒരു ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോകുന്നത് നമുക്കിവിടെ പറയാൻ പറ്റും. ഇതിൽ ചില എനർജി നമുക്ക് ഫീൽ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഇഷ്ടമുണ്ട്, പക്ഷേ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ആ ഒരു വ്യക്തി. കാരണം അയാൾക്ക് പേടിയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി. പിന്നെ അതുപോലെ തന്നെ അയാൾക്ക് ഒട്ടും ധൈര്യമില്ല നിങ്ങളോട് പറയാം. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഹൈ ആയിട്ടായിരിക്കും, അതെല്ലാം കമ്പാരിറ്റീവ്ലി അയാളിൽ വെച്ചിട്ട് കുറച്ചുകൂടെ നല്ല രീതിയിലും ജോലിപരമായിട്ടും ചിലപ്പോൾ ഏജ് വെച്ചിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ആയൊക്കെ ഫീൽ ചെയ്യുന്നതൊക്കെ കൊണ്ട് ഡയറക്റ്റ്ലി നിങ്ങളോട് പറയാൻ അയാൾ ഒരുപാട് പേടിക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ നിങ്ങളോട് വളരെയധികം ഡെപ്തിൽ അയാൾക്ക് സ്നേഹമുണ്ടെന്നാണ് നമ്മളോട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് പല പ്രാവശ്യം നിങ്ങളോട് പറയണം. ചിലപ്പോൾ എക്സ്പ്ലെയിൻ പറയാൻ പറ്റാത്ത, അതായത് ഇതുവരെയും ഇഷ്ടമാണെന്ന് പറയാത്ത ആൾക്കാരായിരിക്കും. അവർക്ക് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചില കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെ പേടിച്ചിട്ടും, പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ടെൻഷൻ അടിച്ചോ അല്ലെങ്കിൽ വെപ്രാളപ്പെട്ടു വേറെ കാര്യങ്ങളിലോട്ട് ചിന്തിക്കാതെ ഇത് മറന്നിട്ട് വേറെ രീതിയിലോട്ടൊക്കെ സംസാരം കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ പറയേണ്ട കാര്യം മാത്രം അയാൾ പറയില്ല. കാര്യം എന്ന് വെച്ചാൽ ടെൻഷനാണ്. അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കും, ഇതൊക്കെ ചെയ്താലും കാര്യങ്ങളിലോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ നിങ്ങൾക്കും അറിയാം, നിങ്ങളും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾക്കും ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾക്കും ഫീലിങ്സ് ഉണ്ട്. അത് പറയാത്ത ആൾക്കാർ, ഇഷ്ടം പറയാത്ത ആൾക്കാർക്ക്. അതല്ല എങ്കിൽ അയാൾ, ഈ ഒരു വ്യക്തി മാറി നിൽക്കുന്നതിന്, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിന് കാര്യം ഇതാണ് എന്നൊക്കെ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ഡിസ്റ്റൻസിലായിരിക്കുന്ന
ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ തന്നെ ആ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ എപ്പോഴും നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും വിളിക്കണമെന്നും സംസാരിക്കണമെന്നൊക്കെ ഉണ്ട് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്ക്. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങളും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റീസൺസും ഒക്കെ കൊണ്ട് അയാൾക്ക് ഭയങ്കര പേടിയാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർച്ച വന്നോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ലതുപോലെ ആയിക്കോട്ടെ, ഞാനായിട്ട് പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട, അതല്ലെങ്കിൽ ചിലപ്പോൾ ഏജ് ഡിഫറൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഫാമിലിയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു ഇതൊക്കെ കൊണ്ട് തന്നെ ബാക്കിലോട്ട് മാറി നിൽക്കുന്ന, അതായത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ മാറി നിൽക്കുന്നതാണ്. ഇത്രയും നാളും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്ന ആ ഒരു പേടി, അതായത് നിങ്ങളോട് പ്രോപ്പറായിട്ട് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള റീസൺസ് കൊണ്ട് മാറി നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് കോൺടാക്റ്റും കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സണ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. ഇത്രയും നാളും അയാൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇയാളുടെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ മാറി അത് വെളിയിലോട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കംപ്ലീറ്റ് അല്ലെങ്കിൽ നിങ്ങളോട് ഡിസ്റ്റൻസ് കാണിച്ച ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരികയും സംസാരിക്കുകയും അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടം തുറന്നു പറയാത്ത ആൾക്കാരാണെങ്കിൽ തുറന്ന് പറയുകയൊക്കെ ചെയ്യുമെന്നാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്ന ആ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഇഷ്ടം പറയാത്തതിനും നിങ്ങളോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തതിനെയൊക്കെ ഓർത്ത് ഈ ഒരു പേഴ്സൺ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അയാൾക്ക് മിസ്സായി പോയ ആ ഓരോ നേരത്തെ ആ ഒരു ടൈമും കാര്യങ്ങളും അതന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലം ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അന്നത്തെ പഴയ പാസ്റ്റിലുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് അയാൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നല്ല രീതിയിൽ തന്നെ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ അതിനു വേണ്ടി അയാളുടെ മൈൻഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ശരിക്കും അയാൾക്ക് നല്ല ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ബാക്കിലോട്ടും ചില സമയത്ത് മാറുന്നുണ്ട്. നിങ്ങളോട് പറയണോ വേണ്ടയോ എന്നൊക്കെ ചില സമയത്ത് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണോട് നല്ലോണം സംസാരിക്കുക, എടുക്കുക, നിങ്ങളുടെ ഫീലിങ്സ് പറയുക. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഞാനിത് ഈ ഒരു റിലേഷൻഷിപ്പ് പറയുക അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുവാണെങ്കിൽ നിങ്ങളെ കൂടെ ചതിക്കുകയാണോ, അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ട് അയാൾ. അയാൾ ചെറുതായിട്ട് ബാക്കിലോട്ട് വലിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് തുറന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ ധൈര്യം കിട്ടി നിങ്ങളോട് കൂടുതൽ നല്ല ഡെപ്തിലൊക്കെ അയാൾ സംസാരിക്കും, അയാളുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ അയാൾ പറയുമെന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇയാൾ ശരിക്കും ഭയപ്പെടുന്ന ചില കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ വളരെ നല്ല രീതിയിൽ ഡെപ്തിൽ ഇഷ്ടം കാര്യങ്ങളൊക്കെ പോയി നല്ല രീതിയിൽ ആ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളോട് കംപ്ലീറ്റ്ലി ഫുള്ള് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരും. അപ്പോൾ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇഷ്ടം നല്ല ഡെപ്തിൽ നല്ല രീതിയിൽ ആ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പോൾ കൂടുതലങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നടക്കാതെ വരുമ്പോഴോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് റിലേഷൻഷിപ്പിൽ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു പേഴ്സൺ ഉണ്ടാകുന്ന ഫീലിങ്സ് നിങ്ങൾക്ക് ഒട്ടും വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വന്നാൽ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടമായാൽ അയാൾക്ക് വരുന്ന കാര്യങ്ങളും അതൊക്കെ അയാൾക്ക് ആലോചിക്കാൻ പോലും വയ്യ. അപ്പം അങ്ങനെ കൂടെ ട്രബിൾ ഉണ്ടാക്കണ്ട എന്നൊക്കെ ഓർത്താണ് ഈ ഒരു പേഴ്സൺ മാറിയിരിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം പ്രോബ്ലം ഉണ്ട്. കാരണം വെച്ചാൽ ഇയാൾക്ക് നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്. അതിനി നിങ്ങളുടെ അടുത്ത് സംസാരിച്ചും നിങ്ങൾ വീണ്ടും അത് കൂടി വരുമ്പോൾ അത് കൂടി വരത്തുള്ളൂ. അപ്പം നിങ്ങളെ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന അയാൾക്കൊട്ടും ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ട്രബിൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും നെഗറ്റീവ് വരുവാണെങ്കിൽ അത് ഭയങ്കരമായിട്ടും അയാൾക്ക് താങ്ങാൻ പറ്റില്ല. അത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു മെൻ്റലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിലോട്ടൊക്കെ പോകാനും ചിലപ്പോൾ കംപ്ലീറ്റ്ലി ലൈഫിൽ നിന്ന് തന്നെ മാറി പോകാനും ഉള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. കാരണം വെച്ചാൽ അത്രയ്ക്ക് ഭ്രാന്തമായി പോവും. അയാളുടെ ഒരു നേച്ചർ വെച്ചിട്ട് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ അയാൾക്ക് പേടിയുണ്ട്. അപ്പോൾ അതുമൊക്കെയാണ് അയാൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ കുറച്ച് ഡിസ്റ്റൻസിലോട്ട് മാറ്റി അയാൾ നിർത്തുന്നതിന് കാര്യം. അതല്ലാതെ നിങ്ങളോട് സ്നേഹക്കുറവോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അയാളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു സ്നേഹം ഉള്ളിലുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊക്കെ കൊണ്ട് മാത്രമാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇത്രയും നാളും ഡിസ്റ്റൻസിൽ നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആളുടെ ഉള്ളിലുള്ള സ്നേഹം അയാൾക്ക് പറയണമെന്നുണ്ട്. അപ്പോൾ മേ ബി അയാളോട് തന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ അയാളുടെ ഇഷ്ടം പറയുന്നതാണ്. പറയാൻ പറ്റും ഈ ഒരു വ്യക്തി ഇത്രയും നാളും അയാൾ സീക്രട്ടായിട്ട് നിങ്ങളെ
പെട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ അയാളുടെ പേടിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും സൈലൻ്റായും അതല്ലെങ്കിൽ ഡിസ്റ്റൻസിലായി പോയിക്കൊണ്ടിരുന്നതും. എത്രയൊക്കെ പേടി ഈ റിലേഷൻഷിപ്പിൽ അയാൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അയാൾക്ക് ഉള്ളിൽ ആഗ്രഹം, വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കൂടെ വേണം, നിങ്ങളുമായിട്ടൊരു ലൈഫ് വേണം, നിങ്ങളെ ലൈഫ് ലോങ് അയാളുടെ കൂടെ വേണം എന്നൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങൾ തമ്മിൽ നല്ലൊരു രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.